മനഃപൂർവ്വം എടുക്കാത്തതാണല്ലേ. ഭരണി സോറി ചേട്ടാ, അങ്ങനെയൊന്നും സംസാരിക്കാൻ ഇങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഒന്നാതെ ഭ്രാന്തെടുത്തിരിക്കുകയും നീ പോ, പിന്നീട് സംസാരിക്കും. പറ്റില്ല, എനിക്കിപ്പൊ തന്നെ സംസാരിക്കണം. എന്റെ ചേട്ടൻ അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കളഞ്ഞിട്ട് പോകുമോ? എന്റെ പൊന്നുമോളെ, നീ നാളെ വിടും. നീ നിന്റെ ചാട്ടം പറഞ്ഞ പോലെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് കിട്ടി ജീവിച്ചോ. ഈ പാവപ്പെട്ട എങ്ങനെയും ജീവിച്ചോളാം. നീ എന്താ ഭരണി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്തില്ല, അത് തന്നെയാണ് പ്രശ്നം. നിന്റെ ചാട്ടനെ ഇത്ര ഇൻസൾട്ട് ചെയ്ത് നീ ഒരു അക്ഷരം പോലും മിണ്ടാകുന്നു. ഇത്രയും പേടിയാണ് പിന്നെ നീ എന്ത് പ്രേമിക്കാൻ ഇറങ്ങിയത്? ഓ, എനിക്ക് പേടിയായതുകൊണ്ടാണല്ലോ എന്റെ വീട്ടുകാരോട് വഴക്കിട്ടപ്പോ നിന്നെ കാണാൻ വന്നത്. എടാ, എനിക്ക് പേടിയായതുകൊണ്ടല്ല അപ്പൊ ഒന്നും പറയാഞ്ഞത്. എനിക്ക് പെട്ടെന്ന് സിറ്റുവേഷനിലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഞാനേ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് പല കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തായാലും സന്തോഷായി, ഞാൻ പോവാ. നിത്യ, നിത്യ സോറി. ഞാൻ ഈ പെട്ടെന്നുള്ള ദേഷ്യത്തില് എന്റെ ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കയ്യിൽ നിന്ന് പോയതാ. സോറി. ഓക്കെ, സാരമില്ല. അപ്പം കേറ്, ഞാൻ കൊണ്ടാക്കി തരാം. അയ്യോ, അത് പറ്റൂല. പറ്റൂല? അത് പിന്നെ വീട്ടിൽ കയറി പോവലെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല. സോ ലെറ്റ്സ് വെയിറ്റ്. മോളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് എങ്ങനെ